നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന പല ഫോണുകളിലും ഇപ്പോഴും നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ലിങ്ക്ഡായി കിടക്കുന്നുണ്ടാകും. അതേപോലെ നേരത്തെ ഉപയോഗിച്ച പല ആപ്ലിക്കേഷനിലും നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ലിങ്ക്ഡായി കിടക്കുന്നുണ്ടാകും. അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ മുട്ടം പണി കിട്ടുന്നതായിരിക്കും. അതിനുവേണ്ടി ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. താഴേക്ക് വരുമ്പോൾ ഇവിടെ ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഓപ്ഷൻ ഇതേപോലെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ആൾ സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ട കണക്റ്റഡ് ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്ത ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതൊന്ന് ഓപ്പൺ ചെയ്യുക. കണ്ടോ, ഇവിടെ 21 ആപ്ലിക്കേഷൻ കണ്ടോ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് കണക്റ്റഡ് ആണ്. ഇവിടെ നോക്കുക, ഇതിൽ പല ആപ്ലിക്കേഷനും നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോണിൽ ഉണ്ടാവില്ല. ഇത് പഴയ ഫോണുകളിൽ നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്ത ആപ്ലിക്കേഷൻ ഇപ്പോഴും നിങ്ങളുടെ അക്കൗണ്ടുമായിട്ട് ലിങ്ക്ഡായിട്ട് കിടക്കുന്നതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതിൽ ഇപ്പോൾ നിങ്ങളുടെ ഫോണിലില്ലാത്ത ആപ്ലിക്കേഷനൊക്കെ എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യുക. കണ്ടോ, ഞാനിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഒപ്പോ ഫോണിൻ്റെ മൈ ഒപ്പോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ കഴിയും. കണ്ടോ, ഇതിൽ ഓൾറെഡി എൻ്റെ അക്കൗണ്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ അത് നമുക്ക് റിമൂവ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഈ ഫോൺ ഉപയോഗിക്കുന്നില്ല. അപ്പം മൈ ഒപ്പോ ആപ്ലിക്കേഷൻ നമ്മൾ ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡിലീറ്റ് ആൾ കണക്ഷൻ വിത്ത് മൈ ഒപ്പോ ആപ്സ്. കണ്ടോ, ഡിലീറ്റ് ആൾ കണക്ഷൻ വിത്ത് മൈ ഒപ്പോ ആപ്പ്. അവിടെ നിന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇതാണ് ആ ഓപ്ഷൻ. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺഫേം എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ മൈ ഒപ്പോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഒഴിവാകുന്നതായിരിക്കും. ആ അക്കൗണ്ടുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള നമ്മുടെ അക്കൗണ്ട് അതിൽ നിന്ന് റിമൂവ് ആകുന്നതായിരിക്കും. ഇനി ജസ്റ്റ് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച് നോക്കി കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പം ആപ്ലിക്കേഷൻ 21 ആയിരുന്നത് ഇപ്പോൾ 20 ഒരെണ്ണം കുറഞ്ഞിട്ടുണ്ട്, 20 ആയിട്ടുണ്ട്. അപ്പം നമ്മൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, മൈ ഒപ്പോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇവിടെ കാണാനില്ല. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് മൈ റിയൽമി ഉണ്ട്. അതൊന്ന് ഇതേപോലെ ഓപ്പൺ ചെയ്യുക. ഇതൊക്കെ എൻ്റെ പഴയ ഫോണുകളാണ്, മൈ റിയൽമി. അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ കാണാൻ കഴിയും ഡിലീറ്റ് ആൾ കണക്ഷൻ വിത്ത് മൈ റിയൽമി ആപ്പ്. അതിങ്ങനെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത കൺഫേം വരും. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ആ റിയൽമി അക്കൗണ്ടിൽ നിന്നും നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് റിമൂവ് ആകുന്നതായിരിക്കും. എന്നിട്ട് ജസ്റ്റ് ബാക്ക് അടിക്കുക. കണ്ടോ, ഇപ്പോൾ കണ്ടോ, നേരെ വീണ്ടും ഒരു ആപ്ലിക്കേഷൻ കുറഞ്ഞിട്ടുണ്ട്. 21 ആയിരുന്നത് ഇപ്പോൾ 19 ആയിട്ടുണ്ട്. വീണ്ടും താഴേക്ക് വരിക. OnePlus ആപ്ലിക്കേഷൻ ഇവിടെ കിടപ്പുണ്ട്. അതും എൻ്റെ പഴയ ഫോണിൻ്റെയാണ്. അത് ഇതേപോലെ ഓപ്പൺ ചെയ്യുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡിലീറ്റ് ആൾ കണക്ഷൻ വിത്ത് OnePlus ആപ്സ്. കണ്ടോ, അതിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺഫേം എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഈ OnePlus നിന്ന് ഒഴിവാകുന്നതായിരിക്കും. ഇതേപോലെ നിങ്ങളുടെ പഴയ ഫോണിൻ്റെ അക്കൗണ്ടുമായിട്ട് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ലിങ്ക്ഡ് ആണെങ്കിൽ നിങ്ങൾ ഇതേപോലെ റിമൂവ് ചെയ്യുക. അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി അതുകൂടാതെ ഇനി ആപ്ലിക്കേഷൻ നോക്കാം. നമ്മൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇപ്പോഴും നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് ലിങ്ക്ഡ് ആണോ എന്ന് നോക്കാം. ഇവിടെ കണ്ടോ, വാപ്പ് മറ്റേ വേർഡ് ഡോക്യുമെൻറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഇതാണ് ഡിലീറ്റ് ഇൻ കണക്ഷൻ വിത്ത് ദിസ് ആപ്പ് എന്ന് കാണിക്കും. അവിടെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷനുമായിട്ടുള്ള ബന്ധം റിമൂവ് ആകുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ പഴയ ഫോണുകൾ നിങ്ങളുടെ അക്കൗണ്ടുമായിട്ട് ലിങ്ക്ഡ് ആണെങ്കിൽ ഇതേപോലെ റിമൂവ് ചെയ്യുക. അതേപോലെ നിങ്ങൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ ഇപ്പോഴും നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടുമായിട്ട് ഇതേപോലെ ലിങ്ക്ഡ് ആണെങ്കിൽ ഇവിടുന്ന് ഓപ്പൺ ചെയ്തിട്ട് അത് ഇതേപോലെ റിമൂവ് ചെയ്ത് കൺഫേം ആക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ഫോൺ ഏതെങ്കിലും ഉടായ്പയിൽ പെട്ട് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനിൽ ഇപ്പോഴും നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്താലോ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളും ഉത്തരവാദിയായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് ചെയ്യുക.